എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൊക്കോടയാണ്. അതിനായി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് പച്ചരി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ കുതിർന്ന പച്ചരിയാണിത്. ഇനി അത് നമുക്ക് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർന്ന പച്ചരി മാറ്റുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പച്ചരി നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഈ മാവ് മാറ്റിയതിന് ശേഷം അത് കുറുക്കിയെടുക്കുക. തീ കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലപോലെ കുറുകി കിട്ടുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാത്രത്തിൽ നിന്ന് നല്ലപോലെ വിട്ട് വരണം. അങ്ങനെ കുറുകിയ മാവ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് തിരിച്ചൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാൾ അല്പം കൂടുതൽ ഉപ്പുപൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടി എന്നിവ ചേർത്ത് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴയ്ക്കുക. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് പിടിക്കുന്നതിനായി നല്ലതുപോലെ കുഴയ്ക്കണം. മാവ് നല്ലപോലെ കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അതിൽ നിന്ന് മാവ് അല്പാൽപ്പം എടുത്ത് ഒരു സേവാനാഴിയിൽ കൊക്കോട ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പക്കാവട ഉണ്ടാക്കുന്ന അച്ചെടുത്തിട്ട് അതിൽ മാവെടുത്ത് ഇതുപോലെ ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇടുക. കുറച്ച് വെളിച്ചെണ്ണയെ ഞാൻ എടുത്തിട്ടുള്ളൂ. വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. അതിന് തീ കുറച്ചിട്ടിട്ട് ഉള്ളി വേവുന്നത് വരെ നമ്മൾക്കൊന്ന് മുരിയിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ വടകളും ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. കടലമാവ് ചേർത്താണ് സാധാരണ കൊക്കോട ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ കടലമാവ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല ക്രിസ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.